ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. YTVയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ഐറ്റം നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമായിരിക്കും. ഈ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഒരു നല്ലൊരു ആക്ഷൻ ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനും ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു. പുതിയൊരു ആക്ഷൻ ക്യാമറ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഈ ഒരു യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങളെയും പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ DG Osmo Action 4 എന്നുള്ള അഡ്വഞ്ചർ കോംബോ പാക്കിംഗ്. വളരെ നല്ലൊരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രോഡക്റ്റ് എത്തിയിരിക്കുന്നത്. 2 ബോക്സിലായിട്ടാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം വരുന്നത്. ഒന്ന് ആക്സസറീസും ഒന്ന് നമ്മുടെ ക്യാമറ ഐറ്റംസും ആണെന്നോ. ഇനി നല്ലൊരു അടിപൊളി റോഡ് എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട്. 1.5 മീറ്റർ ആണ് ഈ ഒരു റോഡിന്റെ നീളം വരുന്നത്. വളരെ നല്ലൊരു പാക്കിംഗ് തന്നെയാണ് അതിൽ വരുന്നത്. ഈ റോഡിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യും. വളരെ നല്ലൊരു ക്വാളിറ്റി റോഡ് തന്നെയാണ്. 1.5 മീറ്ററോളം ലെങ്ത് ഈ ഒരു റോഡിൽ നമുക്ക് ലഭിക്കും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആക്ഷൻ DJയുടെ ഒറിജിനൽ റോഡാണ്. അടുത്തായിട്ട് ഈ ഒരു ബോക്സിൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ഇത് ക്യാമറയാണ്. ഈ ഒരു കവറിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. എന്തൊക്കെയാണ് അസറ്റ് നോക്കാം. ക്യാമറ ഫ്രെയിം, അതിനുള്ളിൽ തന്നെ എന്തൊക്കെയാണ് ഒരു കറുപ്പ് ബേസാണ്. ഇത് ഹെൽമെറ്റിലും കാറിലൊക്കെ മൗണ്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ്. നല്ലൊരു ഇത് കൊള്ളാം. എന്തായാലും അത്യാവശ്യമുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇത് ബൈക്കിനൊക്കെ പോകുമ്പോഴൊക്കെ പ്രയോജനപ്രദമാണ്. അടുത്തതായി എന്താണ് വരുന്നത്? അഡാപ്റ്റർ വരുന്നുണ്ട്. അഡാപ്റ്റർ 2 എണ്ണം ഉണ്ട്. ക്യാമറയിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്ററാണ്. ഒരു മിനി സൈസും ഉണ്ട്, ഇത്തിരി ലെങ്ത് ഉള്ള സൈസും ഉണ്ട്. ഇതെന്തായാലും പ്രയോജനപ്രദമാണ്. ഇത്തിരി ലെങ്ത് ഉള്ള സൈസാണെങ്കിൽ നമുക്ക് സെൽഫ് എടുക്കാനായിട്ടൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. ഇതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഫ്രെയിം, ക്യാമറ പ്രൊട്ടക്ഷൻ ഫ്രെയിം. ക്യാമറ നമുക്ക് നോക്കാം. അടിപൊളി, വളരെ ഒരു കുഞ്ഞൻ ക്യാമറയാണ്. കയ്യിൽ ഉണ്ട് എന്നുള്ള പോലും നമുക്ക് അറിയത്തില്ല. വളരെ ചെറിയൊരു ഐറ്റംസ് ആണ്. ഇത് കൊള്ളാം. ഇനി അടുത്തത് അക്സസറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് അഡാപ്റ്റർ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ക്രൂ ആണ്. ലോക്കിംഗ് സ്ക്രൂ ആണിത്. 2 എണ്ണം ഉണ്ട്. ക്യാമറയിൽ മൗണ്ട് ചെയ്യുന്ന അഡാപ്റ്റർ പിടിപ്പിക്കാനും പിന്നെ ബേസിൽ പിടിപ്പിക്കാനും പറ്റുന്ന വിധത്തിലുള്ളതാണ്. ഇത് റോഡിൽ ഇതുമായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. അടുത്തതായി ഒരു അടിപൊളി ഐറ്റമാണ് നമ്മുടെ ബാറ്ററി കേസ് ആണ്. ഇതിനകത്ത് 3 ബാറ്ററി നമുക്ക് വരുന്നുണ്ട്. അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഒരു യെല്ലോ ലൈറ്റ് ആണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത് മീഡിയം ചാർജാണുള്ളത് എന്ന് കാണിക്കുന്നതാണ്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് തെളിയും. ഒട്ടും ചാർജ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് ആയിരിക്കും തെളിയുക. ഇത് കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് ചാർജ് സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന കേസൊന്നും അല്ല. പക്ഷെ ഈ കേസിൽ നമുക്ക് C ടൈപ്പ് കേബിൾ കുത്തിക്കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പൊ ഈ 3 ബാറ്ററിയും ഒരേപോലെ തന്നെ ചാർജ് ആവും ഇതിനകത്ത് വെച്ചുകൊണ്ട്. ഇത് വളരെ നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇനി ഈ ഒരു ബോക്സിനകത്ത് വേറെ എന്താണുള്ളത് നമുക്ക് നോക്കാം. ഇതില് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ ഇത് സ്കാൻ ചെയ്യുന്ന പേപ്പറാണ്. നമുക്ക്
APK ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിനകത്ത് എന്താ വരുന്നത്, ഇതിനകത്തൊരു ലെൻസ് ആണ് വരുന്നത്, പിന്നെ ഒരു റബ്ബർ ഇത് മൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു ലെൻസ് ഇത് സ്പെയർ ആണ്. ഇപ്പൊ ക്യാമറയിൽ ഓൾറെഡി ഉള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ലെൻസ് വാട്ടർ പ്രൂഫ് ലെൻസ് ആണ് ക്യാമറയിൽ ഉള്ളത്. അത് ഊരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റേ സ്പെയർ ഉള്ളത് വാട്ടർ പ്രൂഫ് അല്ല ഒരിക്കലും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വാട്ടർ പ്രൂഫ് തന്നെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു ഐറ്റം നമ്മൾ വളരെയധികം കൊതിച്ച ഒരു ക്യാമറ തന്നെയാണ്. ഒരു കുഞ്ഞൻ ക്യാമറ. നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഒക്കെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഇതിനകത്ത് ഒരു ബാറ്ററി എടുത്തിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഈ ഒരു പോർഷൻ ഇത് ചാർജിങ്ങിനുള്ള പോർഷനാണ്. സി ടൈപ്പ് കേബിൾ ഇട്ട് ചാർജ് ചെയ്യാനും ലാപ്പിൽ നമുക്ക് കുത്തി ഇതിനകത്ത് സ്റ്റോറേജ് ഒക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇപ്പുറത്തെ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് ബാറ്ററി ഇടേണ്ടത്. ഇവിടെ നമ്മൾ ബാറ്ററി ഇട്ട് അടച്ചു. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. മെമ്മറി കാർഡ് ഇടുന്ന ഒരു പോർഷൻ ഇവിടെ തന്നെയാണ്. നമുക്ക് മെമ്മറി കാർഡ് ഇടുന്നത്. മെമ്മറി കാർഡ് യൂസ് ചെയ്യുമ്പോൾ 200 MBPS സ്പീഡുള്ള മെമ്മറി കാർഡ് തന്നെ വാങ്ങിക്കുന്നത് നല്ലത്. ക്യാമറയ്ക്കൊക്കെ സൂട്ടബിൾ ആണ്. ക്യാമറ ഓൺ ചെയ്തു, സ്കാൻ ചെയ്ത് നമുക്ക് APK ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് മൊബൈലില്. എന്നാലും മാത്രമേ ആ ഫങ്ഷൻസ് കുറെ നമുക്ക് മൊബൈലിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സ്ക്രീൻ നമുക്ക് മൊബൈലിൽ കാണാൻ സാധിക്കും. അതുപോലെ മൊബൈലിൽ തന്നെ നമുക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അപ്ഡേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ആപ്പ് വഴിയാണ്. ഇതിന്റെ റെക്കോർഡിംഗ് സ്വിച്ച് വരുന്നത് ഇതാണ്. റെക്കോർഡിംഗ് സ്വിച്ച് ഇതാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇത് ഇങ്ങനെയാണ് ഈ മൗണ്ട് ചെയ്യുന്ന അഡാപ്റ്റർ. ഒരു മാഗ്നറ്റിക് ഇതുകൂടിയാണ് ഈ അഡാപ്റ്ററിൽ. ഒരു ടിക്ക് നമ്മളൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ലോക്ക് ആയി നടത്തും. പിന്നെ അത് അനങ്ങുന്നില്ല. ഈ രണ്ട് സൈഡിലും ഈ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ റോഡിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇത്. വളരെ സിമ്പിളാണ്, യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു പവർഫുൾ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ക്യാമറ റിസൾട്ട് നോക്കാം. റോക്ക് സ്റ്റഡി ഓണാക്കിയിട്ടൊന്ന് ഓടി നോക്കട്ടെ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത്. ഓക്കെ, ഹൊറിസോൺ സ്റ്റഡി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഹൊറിസോൺ സ്റ്റഡി ഓൺ ചെയ്തിട്ട് ക്യാമറ എങ്ങനെ തിരിച്ചാലും ഒബ്ജക്റ്റ് സ്ട്രെയിറ്റായിട്ടാണ് നിൽക്കുന്ന പറയണത്. എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി ആണ് നമ്മളതിനെ ചെക്ക് ചെയ്യുക. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. ഇതിപ്പോൾ 1.5 മീറ്റർ നീളം, അതായത് ഈ റോഡിൻ്റെ ഫുൾ ലെങ്ത്തിലാണ് പിടിച്ചത് കേട്ടോ. അതെ, 4K പെർഫോമൻസ് നമുക്ക് നോക്കിയേക്കാം. ഇത് റോക്ക് സ്റ്റഡി ഇപ്പോൾ ഓണാണ്. ഒന്ന് ഓടി നോക്കാം. നമ്മുടെ DJI Action 4 നൈറ്റ് വ്യൂ ആണ് കേട്ടോ.